ഫുട്ബോൾ ആരാധകർ കേൾക്കാൻ കൊതിക്കുന്ന ഒട്ടനവധി വാർത്തകളുമായി മറ്റൊരു ട്രാൻസ്ഫർ വിൻഡോ കൂടെ ഓപ്പൺ ആവുകയാണ്. ഇക്കുറി ആ റൂമറുകളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരുമുണ്ടാവും. കാരണം ഈ സീസൺ അവസാനിക്കുന്നതോടെ റൊണാൾഡോയുടെ അൽ നസ്റുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിക്കും. റൊണാൾഡോ ഇനിയും അൽ നസ്റുമായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കുമോ എന്നതാണ് ചോദ്യം. സാധ്യതകൾ വളരെ കുറവാണ്. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് റൊണാൾഡോ അൽ നസ്റിൽ എത്തിയതിന് ശേഷം ഇതുവരെ ഒരേ ഒരു കിരീടം മാത്രമാണ് റൊണാൾഡോയ്ക്ക് അവിടെ സ്വന്തമാക്കാൻ സാധിച്ചത്. സ്വാഭാവികമായും ട്രാൻസ്ഫർ വാർത്തകളിൽ റൊണാൾഡോ നിറയുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യവും ആരാധകർക്കിടയിൽ ഉണ്ടാവും. കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതെ റൊണാൾഡോ ആ ക്ലബ്ബ് വിടുന്നു. അന്ന് യൂറോപ്പിലെ പല ക്ലബ്ബുകളിലേക്കും താരം പോകുമെന്നൊക്കെ റൂമറുകൾ വന്നെങ്കിലും പക്ഷേ അവരൊന്നും വേണ്ട രീതിയിൽ അതിന് താല്പര്യം കാണിച്ചില്ല. അങ്ങനെയാണ് റൊണാൾഡോ അൽ നസ്റിലെത്തുന്നത്. അന്ന് റൊണാൾഡോയുടെ പ്രായം 37 വയസ്സാണ്. ഇന്നത് 40 പിന്നിട്ടിരിക്കുന്നു. 37ാമത്തെ വയസ്സിൽ റൊണാൾഡോയെ സ്വീകരിക്കാൻ ക്ലബ്ബുകൾ താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഈ 40ാം വയസ്സിൽ സ്വീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്വാഭാവികമായും യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളെല്ലാം യുവതാരങ്ങളെ കണ്ടെത്തുന്നതിനുള്ള തിരക്കിലാണ്. ആ ഓട്ടത്തിൽ റൊണാൾഡോയെപ്പോലെ പ്രായം ചെന്നൊരു താരത്തെ ഒരിക്കലും അവർ സ്വീകരിക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. ഈ കൂട്ടത്തിൽ അവശേഷിക്കുന്ന ഏക സാധ്യത പോർച്ചുഗലിലെ ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബനാണ്, റൊണാൾഡോയുടെ ആദ്യ ക്ലബ്ബ്. റൊണാൾഡോയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എല്ലാ കാലത്തും തുറന്നു പ്രകടിപ്പിക്കാറുള്ള ഒരു ക്ലബ്ബാണ് സ്പോർട്ടിംഗ് ലിസ്ബൺ. റൊണാൾഡോയുടെ ഭാഗത്തുനിന്ന് തിരിച്ചും അങ്ങനെ തന്നെ. തൻ്റെ കരിയറിൻ്റെ അവസാനം റൊണാൾഡോയെ റൊണാൾഡോ ആക്കി മാറ്റിയ സ്പോർട്ടിംഗ് ലിസ്ബണിലായിരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. യൂറോപ്പിലെ മറ്റു ക്ലബ്ബുകളിലേക്ക് റൊണാൾഡോ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പല ക്ലബ്ബുകളുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സാധ്യമാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാന റൂമർ ഉയർന്നു വരുന്നത് റൊണാൾഡോ ഒരു ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് പോകുമെന്നതാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ ഈ ടൂർണമെന്റിൽ കളിക്കാൻ റൊണാൾഡോ ഇതിൽ പങ്കെടുക്കുന്ന ഒരു ടീമിലേക്ക് പോകുമെന്നും വാർത്തകളുണ്ട്. പക്ഷേ ഈ വാർത്തകളുടെയൊക്കെ ആധികാരികത എത്രമാത്രമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം വെറും റൂമറുകൾ മാത്രമാണ്. റൊണാൾഡോ ഇനി അൽ നസ്റിൽ കോൺട്രാക്ട് പുതുക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. പ്രായം 40 പിന്നിട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും കളിമികവും റൊണാൾഡോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ റൊണാൾഡോയ്ക്ക് ഇനിയും ഗോളുകൾ നേടുകയും കളിക്കുകയും വേണം. അതൊരു പ്രമുഖ ലീഗിൽ പ്രമുഖ ക്ലബിനോടൊപ്പം ആവട്ടെ എന്ന പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത്. റൊണാൾഡോയുടെ ഐതിഹാസികമായ ആ കരിയറിന് ഒരു ശുഭാന്ത്യം കുറിക്കട്ടെ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.